ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത് ആന്ധ്രാപ്രദേശിലുള്ള സെറ്റഗുഡി എന്ന ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിലേറ്റവും രാവിലെ ഉള്ള ഒരു കാഴ്ചയാണിത്. ഞങ്ങൾ കുംഭമേളയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ പകർത്തിയ ദൃശ്യമാണിത്. ഇത് ആ ഗ്രാമത്തിലെ ഒരു കർഷക സ്ത്രീ അവിടെയുള്ള ക്ഷേത്രത്തിലേക്ക് വേണ്ടി മാവിൻ്റെ തിരുൾ പറിക്കുന്നൊരു കാഴ്ചയാണ്. അവിടെ ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ട് മാവിൻ്റെ ഇലയ്ക്ക് വലിയ പ്രാധാന്യമാണ് എന്നാണ് കരുതുന്നത്. ബംഗാനപ്പള്ളി ഇനത്തിലുള്ള മാവാണ് കൂടുതൽ ആന്ധ്രയിൽ കൃഷി ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് അത്ര വലിയ രീതിയിൽ പൂത്തു നിൽക്കുന്ന ഏക്കർ കണക്കിനുള്ള മാവിൻ തോട്ടമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ മാവ് കൃഷി എത്രത്തോളം അവർ സമർപ്പിതമായി, കാരണം അതിൻ്റെ പരിസരം എത്രത്തോളം വൃത്തിയായി ആ വണ്ടി വെച്ച് കിളച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. അതിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ മാങ്ങക്ക് അത് അടിഞ്ഞു പോകാതിരിക്കാനുള്ള എല്ലാ പരിചരണങ്ങളും നൽകിക്കൊണ്ട് ഉള്ള ഒരു കാർഷിക രീതി. കാരണം നമ്മളെ സംബന്ധിച്ച് കണ്ണൂരിനെ സംബന്ധിച്ച് നമ്മുടെ ഗ്രാമമായ കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന ഒരു നമ്മുടെ GI ടാഗൊക്കെ കിട്ടിയ ഇതുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഗ്രാമത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ മാവ് പൂക്കാനാവുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പരിചരണങ്ങളോ ഒരു വീട്ടുകാരോ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ ശരിക്കും നമുക്ക് കണ്ണിനൊരു കുളിർമയും, കാരണം അവർ ആ കൃഷിയെ എത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അതായത് അതിൻ്റെ പരിസരം മൊത്തം വൃത്തിയാക്കി ഇതിലൊക്കെ വളപ്രയോഗം ചെയ്തുകൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം എല്ലാ വർഷവും നല്ല രീതിയിലുള്ള വിളവ് കിട്ടുന്ന രീതിയിൽ പൂത്തു നിൽക്കുന്ന ഈ ഒരു കാഴ്ച രാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങളെ ഗ്രാമത്തിനെ സംബന്ധിച്ച്, കേരളത്തിലെ നമ്മളെ ഗ്രാമത്തിനെ സംബന്ധിച്ച് കുറ്റ്യാട്ടൂർ മാങ്ങ വളരെ ഫേമസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും തന്നെ ഇങ്ങനെ ഈ ഒരു വർഷം മാങ്ങ വിളവെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത വർഷം ആവുമ്പോഴോ അതിനിടയിലോ ശരിക്കും ഇങ്ങനെ മാവിൻ്റെ പരിസരം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട്, അല്ലെ മാവ് പൂക്കാനാവുന്ന സമയം വൃത്തിയാക്കിക്കൊണ്ട് അതിനെന്തെങ്കിലും വളപ്രയോഗങ്ങളോ ഒന്നും ചെയ്തിട്ട് നമ്മുടെ അറിവിലില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ പോലെ തന്നെ ഓരോ മാവിനും അതിൻ്റെതായ ചെറിയ രീതിയിൽ വളപ്രയോഗം ഇതേപോലെ കിളച്ച് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും ആ മാവ് നമുക്ക് വിളവ് നൽകുന്നതായിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഇവിടെയുള്ള വിശ്വാസം ഈ ഒരു വർഷം മാവ് പൂത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം മാവ് പൂക്കില്ല, അപ്പുറത്തെ വർഷമാണ് മാവ് പൂക്കുക എന്നുള്ള സങ്കല്പമാണ്. പക്ഷേ അതിനും കൃത്യമായ വളങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അവരോട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, നമുക്ക് ആവുന്ന രീതിയിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അവർ കുറച്ച് രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു. അത് നമുക്ക് ഭാഷയുടെ പ്രശ്നമുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഈ കാണുന്ന ആ ഭംഗി, അതായത് ഇത്ര സുന്ദരമായി കിടക്കുന്ന ആ ഭംഗി നമ്മളെ സംബന്ധിച്ച് രാവിലെ തന്നെ, അതായത് ആ സൂര്യപ്രകാശം ആ തോട്ടത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ തന്നെ ആ ഒരു ഇല അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പറിക്കുവാൻ വന്ന സ്ത്രീയാണത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ അന്യ സംസ്ഥാനങ്ങളിലെ കാർഷിക രീതി. ഇത് എത്രമാത്രമാണ് അവർ ആ കൃഷിയെ സീരിയസ് ആയി കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നതാവും. നമ്മളെ സംബന്ധിച്ച് ഇത് കണ്ടിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കുമെന്നും തോന്നുന്നു. നമ്മൾ ഈ യാത്രയിൽ കണ്ട വളരെ കണ്ണിന് കുളിർമ നൽകുന്ന മറ്റൊരു കാഴ്ചയാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമുക്ക് മാങ്ങയിൽ വലിയ ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ പരിചരണ രീതി കൊണ്ട് അവർക്ക് എത്രമാത്രം ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടുത്തെ റിപ്പോർട്ടിനനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ സെറ്റഗുഡി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.